എന്താണ് ലീഗ് എന്നുള്ളതും ലീഗിൻ്റെ നിലപാട് എന്താണെന്നുള്ളതും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത്. അത് മുഴുവനും പിന്നെ അസംബന്ധമായിരുന്നു എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ഈ മുതിർന്ന നേതാവായ തങ്ങളുടെ സഹപ്രവർത്തകനും സഹമന്ത്രിയും ഒക്കെ ആയിരുന്ന AK ബാലന്റെ ഒരു പ്രസ്താവന, അത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ഭരിക്കുക എന്നും ഒന്നാം ആറാടും രണ്ടാം ആറാടുമല്ല അതിനപ്പുറവും സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി അനുകൂലിക്കുകയും ചെയ്തു. ഇത്തരം പ്രസ്താവനയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് പിന്നെ അതിൻ്റെ മുമ്പ് ഇതേ AK ബാലൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. മുസ്ലിം ലീഗും UDFും തമ്മിൽ എന്താ വെച്ചാൽ സൗന്ദര്യപ്പണക്കം വന്ന സമയത്ത് ആ ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറേ പ്രസ്താവന അയാൾ ഇറക്കി. അത് മുഴുവനും പിന്നെ അസംബന്ധമായിരുന്നു എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ളൊരു ജില്ലയിലുള്ള സഹാക്കൾ അവർ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനനം കൊണ്ട് നാളെ മുതൽ അവരെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ലീഗായിട്ടാണ്. കോൺഗ്രസ് അവിടെ ഒരു പ്രശ്നം ഒരു കാലത്തും ആയിട്ടില്ല. കോൺഗ്രസ് ഞങ്ങളെപ്പോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആക്രമണം നേരിട്ട് വളർന്നിട്ടുള്ള പാർട്ടിയാണ് അവിടെ. അതായത് AK ബാലൻ അന്ന് ലീഗിനെ കുറിച്ച് പറഞ്ഞത് അസംബന്ധമാണ്, അതേപോലുള്ള ഒരു അസംബന്ധമാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ വെച്ചാൽ ഈ എന്താണ് ലീഗ് എന്നുള്ളതും ലീഗിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ 1952 തെരഞ്ഞെടുപ്പുണ്ടായി മദ്രാസ് നിയമസഭയിലേക്ക്. അന്ന് നമ്മളെ കല്ലടി ഉണ്ണിക്കം സാഹിബിൻ്റെ മകൻ KP മുഹമ്മദായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി സാധു P അഹമ്മദ് കുട്ടി മലപ്പുറം. അന്നിപ്പോൾ AK ബാലന്റെ പ്രസ്താവന, അതായത് ഈ ജമാഅത്ത് ഇസ്ലാമി ഈ കലാപത്തിൽ എന്തോ പങ്കെടുത്തിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഞാൻ ഈ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിനെ അല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പിന്നീട് വിശദീകരിച്ചു. ജമാഅത്ത് ഇസ്ലാമി ആ കലാപത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, ഇല്ല. അത് അന്ന് ജനസംഘവും പിന്നെ ഇതാണ്. അതേപോലെ ഒരു പ്രസ്താവനയാണ് സജി ചെറിയാന്റെ ഈ ആ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? സജി ചെറിയാൻ്റെ ഒക്കെ പ്രസ്താവന അനാവശ്യമായിരുന്നു എന്നുള്ളതാണ്. പ്രസ്താവന ക്ലിയർ ആക്കിയില്ല. അതിലിപ്പോൾ എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് അവരുടെ സീറ്റിലൊക്കെ മുസ്ലിമിനെ ആണ്. പക്ഷെ അതിലുള്ള പ്രശ്നം വേറെയാണ്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവർ ജയിക്കുന്നത് മുസ്ലിമിൻ്റെ വോട്ട് കൊണ്ട് മാത്രമല്ല, ഹിന്ദുവിൻ്റെ വോട്ടുണ്ട്. ഇന്നേ വരെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി അവരുടെ ലിസ്റ്റിലില്ല.